നമസ്കാരം, പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം 1 മുതൽ 15 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ. അപ്പോൾ 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ. ടേക്ക് ദ റൈറ്റ്സ് പാത്ത്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ടേക്ക് ദ റൈറ്റ്സ് പാത്ത് അഥവാ അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻ ഹുയി. 2024 IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ചത് ആൻ ഹുയിക്കാണ്. ഇവർ ഹോങ്കോങ് സംവിധായികയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മംഗൾയാൻ 2ന്റെ ഭാഗമായിട്ടുള്ള ചൊവ്വ പരിവേഷണ ദൗത്യത്തിന് വൈദ്യുതി നൽകുന്ന സാങ്കേതിക വിദ്യയാണ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ, ടെങ് എന്നറിയപ്പെടും. അപ്പം മംഗൾയാൻ 2ന്റെ ഭാഗമായിട്ടുള്ള ചൊവ്വ പരിവേഷണ ദൗത്യത്തിന് വൈദ്യുതി നൽകുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ. തിരുവനന്തപുരം നിസ്റ്റാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലമരം അഥവാ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കേരള ഫിഷറി സമുദ്ര പഠന സർവകലാശാല ക്യാമ്പസിൽ അതായത് കുഫോസിന്റെ ക്യാമ്പസിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലമരം അഥവാ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ PhD അഡ്മിഷൻ നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയാണ് റിദിഷ. അപ്പോൾ കേരളത്തിൽ നിന്നും PhD അഡ്മിഷൻ നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയുടെ പേരാണ് റിദിഷ. നെക്സ്റ്റ്, നാസയുടെ സഹകരണത്തോടെ ISRO നടപ്പിലാക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യമാണ് ആക്സിയം 4. അപ്പോൾ നാസയുടെ സഹകരണത്തോടെ ISRO നടപ്പിലാക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യമാണ് ആക്സിയം 4. ഈ ദൗത്യത്തിന്റെ ഭാഗമായി 2 ഇന്ത്യൻ സഞ്ചാരികളെ കൂടി അന്താരാഷ്ട്ര രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നാസയുടെ സഹകരണത്തോടെ ISRO നടപ്പിലാക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യം ഏതാണ്? ആക്സിയം 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപരേഖ സമർപ്പണം ചെയ്ത സർവമത ആരാധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവഗിരിയിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപരേഖ സമർപ്പണം ചെയ്ത സർവമത ആരാധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവഗിരിയിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗകോശകല ഉപയോഗിച്ച് ഹൃദയവാൽവ് നിർമ്മിച്ച സ്ഥാപനമാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗകോശകല ഉപയോഗിച്ച് ഹൃദയവാൽവ് നിർമ്മിച്ച സ്ഥാപനം ഏതാണ്? ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. അടുത്തത്, ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയാണ് കടലാമകൾക്ക് ഒരു സ്നേഹതീരം. അപ്പോൾ ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയാണ് ഏത്? കടലാമകൾക്ക് ഒരു സ്നേഹതീരം. ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ശശികുമാർ അമ്പലത്തറയാണ്. അപ്പോൾ ശശികുമാർ അമ്പലത്തറ സംവിധാനം ചെയ്ത കടലാമകൾക്ക് ഒരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി പുറത്തിറങ്ങിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൽ 2800 എലോ റേറ്റിംഗ് കടന്ന 16ാമത്തെ ചെസ് താരമാരാണ്? അർജുൻ എരിഗാസി. ലോകത്തിൽ 2800 എലോ റേറ്റിംഗ് കടന്ന 16ാമത്തെ ചെസ് താരമാണ് അർജുൻ എരിഗാസി. നെക്സ്റ്റ്, ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസും നൽകുന്ന ലോകത്തിലെ തന്നെ ആദ്യ രാജ്യമാണ് ബെൽജിയം. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസും നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ബെൽജിയം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വിജയികളായത്
PV സിന്ധുവും ലക്ഷ്യ സെന്നുമാണ്. അപ്പോൾ 2023 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വിജയികളായവർ ആരൊക്കെയാണ്? PV സിന്ധുവും ലക്ഷ്യ സെന്നുമാണ്. ഇതിന്റെ വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യമാണ് ജേതാക്കളായത്. അപ്പോൾ ഇതിന്റെ വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യമാണ് ജേതാക്കളായത്. 2023 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വിജയികൾ PV സിന്ധുവും ലക്ഷ്യ സെന്നും. വനിതാ ഡബിൾസിൽ ജേതാക്കൾ ആരാണ്? ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദ് സഖ്യമാണ്. നെക്സ്റ്റ്, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യമുള്ള രാജ്യത്തിലെ തന്നെ ആദ്യ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യമുള്ള രാജ്യത്തിലെ തന്നെ ആദ്യ ജനറൽ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനന്യം. അപ്പോൾ എന്താണ് അനന്യം? ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അനന്യം. അടുത്തത് 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്താണ്? സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക. അപ്പോൾ 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയമാണ് സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക. എന്നാണ് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയമാണ് സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വേർഡാണ് ബ്രെയിൻ റോട്ട്. അപ്പോൾ 2024 ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വേർഡ് ഏതാണ്? ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന വേർഡാണ് 2024 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരാണ് മഹാകുംഭമേള. അപ്പോൾ ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരേതാണ്? മഹാകുംഭമേള. ഇതോടെ ഉത്തർപ്രദേശിലെ ടോട്ടൽ ജില്ലയുടെ എണ്ണം എത്രയായി? 76 ജില്ലകളായി. അപ്പം മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തെ പുതിയ ജില്ലയായി പ്രഖ്യാപിച്ചതോടുകൂടി ഉത്തർപ്രദേശിലെ ടോട്ടൽ ജില്ലകളുടെ എണ്ണം എത്രയായി? 76 ആയി. അപ്പോൾ ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരാണേത്? മഹാകുംഭമേള. നെക്സ്റ്റ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മസാറ്റോ കാൻഡ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? മസാറ്റോ കാൻഡ. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിന്റെ പുതിയ കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ഉദ്ഗം. റിസർവ് ബാങ്കിന്റെ പുതിയ കേന്ദ്രീകൃത പോർട്ടൽ ഏതാണ്? ഉദ്ഗം. ഉദ്ഗം എന്ന് വെച്ചാൽ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ്സ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ. അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ്സ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്നാണ് ഉദ്ഗം എന്നതിന്റെ പൂർണ്ണരൂപം. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പുതിയ കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ഉദ്ഗം. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് രജനീഷ് ഹെൻറി. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ്? രജനീഷ് ഹെൻറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2002 ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേരാണ് ദ സബർമതി റിപ്പോർട്ട്. 2002 ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേരെന്താണ്? ദ സബർമതി റിപ്പോർട്ട് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബരിമല തീർത്ഥാടകർക്കായി പുറത്തിറങ്ങിയ AI അസിസ്റ്റന്റ് സംവിധാനത്തിന്റെ പേരാണ് സ്വാമി ചാറ്റ്ബോട്ട്. ശബരിമല തീർത്ഥാടകർക്കായി പുറത്തിറങ്ങിയ AI അസിസ്റ്റന്റ് സംവിധാനത്തിന്റെ പേരെന്താണ്? സ്വാമി ചാറ്റ്ബോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ അമേരിക്കൻ കോർണർ സ്ഥാപിച്ചത് എവിടെയാണ്? കുസാറ്റ് തൃക്കാക്കര ക്യാമ്പസിലെ സ്റ്റുഡൻസ് അമ്യൂണിറ്റി സെന്ററിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അമേരിക്കൻ കോർണർ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കുസാറ്റ് തൃക്കാക്കര ക്യാമ്പസിലെ സ്റ്റുഡൻസ് അമ്യൂണിറ്റി സെന്ററിലാണ്. നെക്സ്റ്റ്, 21 മണിക്കൂർ കൊണ്ട് 1 വർഷം പൂർത്തിയാക്കുന്ന പുതുതായി കണ്ടെത്തിയ ഗ്രഹത്തിന്റെ പേരാണ്
TOI 3261B. അപ്പോൾ 21 മണിക്കൂർ കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്ന പുതുതായി കണ്ടെത്തിയ ഗ്രഹത്തിന്റെ പേരെന്താണ്? TOI 3261B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഡിസംബർ മാസത്തിൽ പാസാക്കിയ ബാങ്കിംഗ് നിയമ ഭേദഗതി പ്രകാരം ഒരു ബാങ്ക് അക്കൗണ്ടിൽ പരമാവധി എത്ര നോമിനികളെ ചേർക്കാം? 4 നോമിനികളെ ചേർക്കാനാകും. അപ്പോൾ 2024 ഡിസംബർ മാസത്തിൽ പാസാക്കിയ ബാങ്കിംഗ് നിയമ ഭേദഗതി പ്രകാരം ഒരു ബാങ്ക് അക്കൗണ്ടിൽ പരമാവധി 4 നോമിനികളെ ചേർക്കാനായി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? മണ്ണിന്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. മണ്ണിന്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നതാണ് 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? മണ്ണിന്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, BBC-യുടെ 2024 സ്വാധീനമുള്ള 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരാണ് അരുണ റോയ്, വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ. BBC-യുടെ 2024 സ്വാധീനമുള്ള 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരൊക്കെയാണ്? അരുണ റോയ്, വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ. അരുണ റോയ്, വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ എന്നിവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഇന്ത്യയിലെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ 2024 ഇന്ത്യയിലെ തന്നെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ്, 2024 IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പായൽ കപാഡിയ. 2024 IFFKയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പായൽ കപാഡിയ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, RBI പുതുക്കിയ UPI ലൈറ്റ് വാലറ്റ് പ്രകാരം ഒരു ദിവസത്തെ പരമാവധി ഇടപാട് തുക എത്രയാണ്? 5000 രൂപയാണ്. അപ്പോൾ RBI പുതുക്കിയ UPI ലൈറ്റ് വാലറ്റ് പ്രകാരം ഒരു ദിവസത്തെ പരമാവധി ഇടപാട് തുക എത്രയാണ്? 5000 രൂപയായിരുന്നു. മുമ്പ് ഇത് 2000 രൂപയായിരുന്നു. അപ്പോൾ RBI പുതുക്കിയ UPI ലൈറ്റ് വാലറ്റ് പ്രകാരം ഒരു ദിവസത്തെ പരമാവധി ഇടപാട് തുക എത്രയാക്കി? 5000 രൂപയാക്കി. മുൻപ് ഇത് എത്രയായിരുന്നു? 2000 രൂപയായിരുന്നു. നെക്സ്റ്റ്, നാസയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ജാറഡ് ഐസക്മാൻ. അപ്പോൾ നാസയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണ്? ജാറഡ് ഐസക്മാൻ. നെക്സ്റ്റ്, 1934 എയർക്രാഫ്റ്റ് ആക്ടിന് പകരം 2024 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഭാരതീയ വായുയാൻ വിധേയക്. അപ്പോൾ 1934 എയർക്രാഫ്റ്റ് ആക്ടിനു പകരം 2024 പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമത്തിന്റെ പേരാണ് ഭാരതീയ വായുയാൻ വിധേയക്. ഭാരതീയ വായുയാൻ വിധേയക്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായ വ്യക്തിയാണ് രത്തൻ യു കേൽക്കർ. അപ്പോൾ കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായ വ്യക്തി ആരാണ്? രത്തൻ യു കേൽക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് നടന്നത് എവിടെയാണ്? തുർക്കിയിലാണ്. അപ്പോൾ 2024 വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? തുർക്കിയിലാണ്. നെക്സ്റ്റ്, 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയതാരാണ്? മിഷേൽ ബെഷലൈറ്റ്. അപ്പോൾ 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? മിഷേൽ ബെഷലൈറ്റ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? മദ്രാസ് IITയുടെ തയ്യൂർ ക്യാമ്പസിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? മദ്രാസ് IITയുടെ തയ്യൂർ ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക റോബോട്ട് ഒളിമ്പ്യാഡിൽ കേരളത്തിൽ നിന്നും വിജയം നേടിയ സ്റ്റാർട്ടപ്പ് ഏതാണ്? യൂണിക് വേൾഡ് റോബോട്ടിക്സ്. UWR, യൂണിക് വേൾഡ് റോബോട്ടിക്സ്. അപ്പോൾ 2024 റോബോട്ട് ഒളിമ്പ്യാഡ്, ലോക റോബോട്ട് ഒളിമ്പ്യാഡിൽ കേരളത്തിൽ നിന്നും വിജയം നേടിയ സ്റ്റാർട്ടപ്പാണ് യൂണിക് വേൾഡ് റോബോട്ടിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ജനറേറ്റീവ് AI മോഡലിന്റെ പേരാണ് വിയോ. ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ജനറേറ്റീവ് AI മോഡലിന്റെ പേരെന്താണ്? വിയോ. നെക്സ്റ്റ്, 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ ദീൻ ദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പം ഗ്രാമപഞ്ചായത്ത്. അതേപോലെ പഞ്ചായത്ത് യമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത് കിലയാണ്. പഞ്ചായത്ത് യമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത് ഏതാണ്? കിലയാണ്. അപ്പോൾ 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയത് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പം ഗ്രാമപഞ്ചായത്താണ്. അതേപോലെ പഞ്ചായത്ത് യമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത് ആരാണ്? കിലയാണ്. നെക്സ്റ്റ്, കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷയായിരുന്നു ആഗ്നസ് ഗോദാർത്ത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷയാരായിരുന്നു? ആഗ്നസ് ഗോദാർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, UN ധ്യാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? ഡിസംബർ 21. അപ്പൊ UN ധ്യാന ദിനമായി പ്രഖ്യാപിച്ച ദിനമാണ് ഡിസംബർ 21. ഡിസംബർ 21 ധ്യാന ദിനമായിട്ട് ആചരിക്കാൻ UN പ്രഖ്യാപിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1991 ആരാധനാലയ നിയമം പരിശോധിക്കാൻ സുപ്രീം കോടതി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിലെ അംഗങ്ങളാണ് സഞ്ജീവ് ഖന്ന, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ. അപ്പോൾ 1991 ആരാധനാലയ നിയമം പരിശോധിക്കാനായി സുപ്രീം കോടതി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിലെ അംഗങ്ങളാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ആർട്ട് ഗാലറി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ആർട്ട് ഗാലറി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. അപ്പോൾ 2024 ലോകത്തിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 3ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ നിന്നും 185 പേരാണ് ശതകോടീശ്വരന്മാരായിട്ടുള്ളത്. 1ാം സ്ഥാനം ആർക്കാണ്? അമേരിക്കയ്ക്കും 2ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. അപ്പോൾ 2024 ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനമാണ്. 185 ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിലുള്ളത്. 1ാം സ്ഥാനം ചോദിച്ചാൽ അമേരിക്കയ്ക്കും 2ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. നെക്സ്റ്റ്, 2024 അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ബംഗ്ലാദേശ്. 2024 അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ബംഗ്ലാദേശ്. 2024 അണ്ടർ-19 ഏഷ്യ കപ്പിന്റെ വേദി എവിടെയായിരുന്നു? UAE ആയിരുന്നു വേദി. ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് ജേതാക്കളായത്. അപ്പോൾ 2024 അണ്ടർ-19
അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ബംഗ്ലാദേശാണ്. ഫൈനലിൽ ഇന്ത്യയാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. വേദി ചോദിച്ചാൽ എവിടെയാണ്? UAE ആയിരുന്നു 2024 അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 JC ഡാനിയൽ അവാർഡ് ജേതാവ് ആരാണ്? ഷാജി N കരുൺ. 2023 JC ഡാനിയൽ അവാർഡ് ജേതാവാണ് ഷാജി N കരുൺ. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? TV ചന്ദ്രൻ ആയിരുന്നു 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. 2021 KP കുമാരനായിരുന്നു JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2023 JC ഡാനിയൽ അവാർഡ് ജേതാവ് ആരാണ്? ഷാജി N കരുണാണ്. 2022 വിന്നർ ആരായിരുന്നു? TV ചന്ദ്രനും. 2021 KP കുമാരനുമാണ് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഫൈറ്റർ എയർഫീൽഡ് എവിടെയാണ്? കിഴക്കൻ ലഡാക്കിലെ വ്യോമ എയർബേസിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഫൈറ്റർ എയർഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ ലഡാക്കിലെ വ്യോമ എയർബേസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ 26ാമത് ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. അപ്പോൾ RBIയുടെ 26ാമത് ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? സഞ്ജയ് മൽഹോത്ര. നെക്സ്റ്റ്, 8ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യമാണ് ഫ്രാൻസ്. 8ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ചണ്ഡീഗഡ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ നഗരം ചോദിച്ചാൽ ഏതാണ്? ചണ്ഡീഗഡ് ആണ്. നെക്സ്റ്റ്, എന്നാണ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം? ഡിസംബർ 9. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 9-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഇന്ത്യൻ നാവികസേനയിൽ പുതുതായി ചേർത്ത റഷ്യൻ നിർമ്മിത കപ്പലാണ് INS തുസിൽ. അപ്പോൾ എന്താണ് INS തുസിൽ? 2024 ഇന്ത്യൻ നാവികസേനയിൽ പുതുതായി ചേർത്ത റഷ്യൻ നിർമ്മിത കപ്പലാണ് INS തുസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ക്രോസ്വേർഡ് സാഹിത്യ പുരസ്കാരം നേടിയ മലയാളിയുടെ ഇംഗ്ലീഷ് നോവലാണ് ക്രോണിക്കിൾസ് ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. അപ്പോൾ 2024 ക്രോസ്വേർഡ് സാഹിത്യ പുരസ്കാരം നേടിയ മലയാളിയുടെ ഇംഗ്ലീഷ് നോവലാണ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഇത് രചിച്ചതാരാണ്? സഹർ നുസൈബ കണ്ണാന്തരിയാണ് ഈ കൃതി രചിച്ചത്. അപ്പോൾ 2024 ക്രോസ്വേർഡ് സാഹിത്യ പുരസ്കാരം നേടിയ മലയാളിയുടെ ഇംഗ്ലീഷ് നോവലാണ് ക്രോണിക്കിൾസ് ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ക്രോസ്വേർഡ് സാഹിത്യ പുരസ്കാരം നേടുന്ന ആദ്യമായിട്ടാണ് ഒരു മലയാളിയുടെ ഇംഗ്ലീഷ് നോവലിന് ക്രോസ്വേർഡ് സാഹിത്യ പുരസ്കാരം നേടുന്നത്. ഇതിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അമിതാഭ് ഘോഷിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ക്രോസ്വേർഡ് സാഹിത്യ പുരസ്കാരത്തിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്ക് ലഭിച്ചു? അമിതാഭ് ഘോഷിന് ലഭിച്ചു. അതേപോലെ വിവർത്തന വിഭാഗത്തിൽ ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത മരിയ ജസ് മരിയ എന്ന് പറയുന്ന കൃതിക്കും പുരസ്കാരം ലഭിച്ചു. മരിയ ജസ് മരിയ. അപ്പോൾ 2024 ക്രോസ്വേർഡ് സാഹിത്യ പുരസ്കാരം നേടിയ മലയാളിയുടെ ഇംഗ്ലീഷ് നോവലാണ് ക്രോണിക്കിൾസ് ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഇത് രചിച്ചത് ആരാണ്? സഹർ നുസൈബ കണ്ണാന്തരിയാണ്. അതേപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ഘോഷിനാണ്. വിവർത്തന വിഭാഗത്തിൽ ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത മരിയ ജസ് മരിയ എന്ന് പറയുന്ന നോവലും പുരസ്കാരം നേടി.
അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര കർഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും കന്നുകാലികൾക്കും ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ക്ഷീര സാന്ത്വനം. ക്ഷീര കർഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും കന്നുകാലികൾക്കും ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ക്ഷീര സാന്ത്വനം. നെക്സ്റ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് വികസിപ്പിച്ച പുതിയ ഇനം ഇഞ്ചിയുടെ പേരാണ് സുരസ. IISR, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് വികസിപ്പിച്ച പുതിയ ഇനം ഇഞ്ചിയുടെ പേരാണ് സുരസ. നെക്സ്റ്റ്, ഗൂഗിൾ വികസിപ്പിച്ച 4 ചതുരശ്ര സെന്റിമീറ്റർ വലുപ്പമുള്ള കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഗൂഗിൾ വികസിപ്പിച്ച 4 ചതുരശ്ര സെന്റിമീറ്റർ വലുപ്പമുള്ള കമ്പ്യൂട്ടർ ചിപ്പിന്റെ പേരാണ് വില്ലോ. നെക്സ്റ്റ്, 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അപ്പോൾ 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. എന്നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. പരിസ്ഥിതി മേഖലയിൽ ഏറ്റവും വലിയ പുരസ്കാരമാണ്, പരിസ്ഥിതി മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ പുരസ്കാരമാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. അങ്ങനെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. നെക്സ്റ്റ്, ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടിന്റെ പേരാണ് സ്റ്റാർ 1. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ റോബോട്ടിന്റെ പേരാണ് സ്റ്റാർ 1. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വ്യൂമൻസ് ടെന്നീസ് അസോസിയേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്യാന സബലങ്ക. 2024 WTA വ്യൂമൻസ് ടെന്നീസ് അസോസിയേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്യാന സബലങ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 29ാമത് IFFAയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നു ഐ ആം സ്റ്റിൽ ഹിയർ. 29ാമത് IFFAയുടെ ഉദ്ഘാടന ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ. സംവിധാനം ആരാണ്? വാൾട്ടർ സാലസ്. അപ്പോൾ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയാണ് 29ാമത് IFFAയുടെ ഉദ്ഘാടന ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ പേടകത്തിന്റെ പേരാണ് ഹാബ് 1. ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ പേടകത്തിന്റെ പേരാണ് ഹാബ് 1. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിറ്റി കം ലേണിംഗ് സെന്റർ സ്ഥാപിച്ച നഗരം ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശ്, ഗോരഖ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിറ്റി കം ലേണിംഗ് സെന്റർ സ്ഥാപിച്ച നഗരമാണ് ഗോരഖ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിറ്റി കം ലേണിംഗ് സെന്റർ സ്ഥാപിച്ച നഗരം ഏതാണ്? ഗോരഖ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത് ലോക ആയുർവേദ കോൺഗ്രസ് നടക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. നെക്സ്റ്റ്, 2024 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? ഷബാന ആസ്മി. 2024 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുഖ്യ അതിഥിയാണ് ഷബാന ആസ്മി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വാണിജ്യ പൈലറ്റാണ് സമൈറ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വാണിജ്യ പൈലറ്റാണ് സമൈറ. സമൈറ കർണാടകയിലെ വിജയപുര സ്വദേശിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വാണിജ്യ പൈലറ്റിന്റെ പേരാണ് സമൈറ. നെക്സ്റ്റ്, പ്രവാസികൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടലിന്റെ പേരാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. ഇപ്പൊ പ്രവാസികൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടലിന്റെ പേരെന്താണ്? ലോക കേരളം ഓൺലൈൻ പോർട്ടൽ എന്നാണ്. നെക്സ്റ്റ്, 2024
ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. 2024 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ IGBC സർട്ടിഫിക്കേഷൻ ലഭിച്ച മൃഗശാലയാണ് ദുർഗേഷ് അരണ്യ സുവോളജിക്കൽ പാർക്ക്, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ IGBC സർട്ടിഫിക്കേഷൻ ലഭിച്ച മൃഗശാലയാണ് ഹിമാചൽ പ്രദേശിലെ ദുർഗേഷ് അരണ്യ സുവോളജിക്കൽ പാർക്ക്. നെക്സ്റ്റ്, 2024 ഫോബ്സ് വനിതാ പട്ടികയിൽ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സ്ഥാനം എത്രയാണ്? 28. 2024 ഫോബ്സ് വനിതാ പട്ടികയിൽ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സ്ഥാനം 28. 2024 ഫോബ്സ് വനിതാ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 3 പേരാണ് ഉൾപ്പെട്ടത്. അതിൽ നിർമ്മല സീതാരാമന്റെ സ്ഥാനം 28, മറ്റു 2 പേരാണ് റോഷിനി നാടാർ മൽഹോത്ര. അവരുടെ സ്ഥാനം 81ാമത് സ്ഥാനമായിരുന്നു റോഷിനി നാടാർ മൽഹോത്ര. അതേപോലെ കിരൺ മജുംദാർ ഷായ്ക്ക് 91ാമത് സ്ഥാനവുമാണ് ലഭിച്ചത്. അപ്പോൾ 2024 ഫോബ്സ് വനിതാ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? നിർമ്മല സീതാരാമൻ, റോഷിനി നാടാർ മൽഹോത്ര, കിരൺ മജുംദാർ. അതിൽ നിർമ്മല സീതാരാമന്റെ സ്ഥാനം 28ഉം റോഷിനി നാടാർ മൽഹോത്രയുടെ സ്ഥാനം 81ഉം കിരൺ മജുംദാർ ഷായുടെ സ്ഥാനം 91ഉമാണ്. നെക്സ്റ്റ്, ടൂറിസം വഴിയുള്ള മലിനീകരണത്തിൽ 3ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ടൂറിസം വഴിയുള്ള മലിനീകരണത്തിൽ 3ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. 1ാം സ്ഥാനം അമേരിക്കയ്ക്കും 2ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. അപ്പോൾ ടൂറിസം വഴിയുള്ള മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 3ാം സ്ഥാനമാണ്. നെക്സ്റ്റ്, ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫ്രാങ്കോയിസ് ബെയ്റോ. അപ്പോൾ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ആരാണ്? ഫ്രാങ്കോയിസ് ബെയ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, 30ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 30ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഈ ചിത്രത്തിന്റെ സംവിധാനം ആരായിരുന്നു? പായൽ കപാഡിയ. അപ്പോൾ പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് 30ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരമാണ് ലക്നൗ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? ലക്നൗ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ ബ്രിട്ടനിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡാറ. 2024 ഡിസംബറിൽ ബ്രിട്ടനിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഡാറ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം ചോദിച്ചാൽ ആരാണ്? സ്മൃതി മന്ദാന. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. നെക്സ്റ്റ്, 15ാമത് ഭരതമുനി ദേശീയ പുരസ്കാരം ജേതാവാരാണ്? സൂര്യകൃഷ്ണമൂർത്തി. 15ാമത് ഭരതമുനി ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സൂര്യകൃഷ്ണമൂർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, MGNREGP ജോലികളെ കുറിച്ച് പരാതി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പിന്റെ പേരാണ് ജന്മന രേഖ. MGNREGP ജോലികളെ കുറിച്ച് പരാതി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പിന്റെ പേരെന്താണ്? ജന്മന രേഖ എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ താരമാണ് മിഖെയിൽ കവലഷ്വിലി. അപ്പോൾ ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഫുട്ബോൾ താരമാണ് മിഖെയിൽ കവലഷ്വിലി. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യന്റെ അന്തരീക്ഷത്തിലെ കൊറോണയെ കുറിച്ച്
പഠിക്കുന്നതിനായി ISROയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി നടത്തുന്ന ഇരട്ട പേടക ദൗത്യമാണ് പ്രോബ് 3. സൂര്യന്റെ അന്തരീക്ഷത്തിലെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിനായി ISROയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി നടത്തുന്ന ഇരട്ട പേടക ദൗത്യമാണ് പ്രോബ് 3. ഇതിന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ PSLV C-59 ആണ് ഇതിന്റെ വിക്ഷേപണ വാഹനം. വിക്ഷേപണ സ്ഥലം എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. അതേപോലെ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഒക്യുൾട്ടറും കൊറോണാഗ്രാഫ്. അപ്പോൾ ഒക്യുൾട്ടർ, കൊറോണാഗ്രാഫ് എന്നീ 2 ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിക്കുന്നത്. ഇതിന്റെ ആകെ ചിലവെന്ന് പറയുന്നത് 1680 കോടി രൂപയാണ് ദൗത്യത്തിന്റെ മുഴുവൻ ചിലവെന്ന് പറയുന്നത്. അപ്പോൾ സൂര്യന്റെ അന്തരീക്ഷത്തിലെ കൊറോണയെക്കുറിച്ച് പഠിക്കാനായി ISROയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി നടത്തുന്ന ഇരട്ട പേടക ദൗത്യമാണ് പ്രോബ് 3. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്താണ്? PSLV C-59 ആണ് വിക്ഷേപണ വാഹനത്തിന്റെ പേര്. അതേപോലെ വിക്ഷേപിക്കുന്ന 2 ഉപഗ്രഹങ്ങളാണ് ഒക്യുൾട്ടറും കൊറോണാഗ്രാഫും. ആകെ ചെലവായ തുക ചോദിച്ചാൽ 1680 കോടി രൂപയാണ് ആകെ ചിലവായത്. അതേപോലെ ISROയുടെ വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ വിക്ഷേപണവുമായി സഹകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ആരിത് കപിൽ. ആരിത് കപിലിന് 9 വയസ്സാണ് പ്രായം. അപ്പോൾ ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ആരിത് കപിൽ. ക്വസ്റ്റ്യൻ, ഇന്ത്യ നൈപുണ്യ റിപ്പോർട്ട് 2025 ഇന്ത്യയിലെ തൊഴിലവസരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനം. ഇന്ത്യ നൈപുണ്യ റിപ്പോർട്ട് 2025 ഇന്ത്യയിലെ തൊഴിലവസരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ആദ്യത്തെ 4 സ്ഥാനങ്ങളിലുള്ളത്. അപ്പോൾ ഇന്ത്യ നൈപുണ്യ റിപ്പോർട്ട് 2025 ഇന്ത്യയിലെ തൊഴിലവസരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ആദ്യത്തെ 4 സ്ഥാനങ്ങളിലുള്ളത്. നെക്സ്റ്റ്, 2034 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യയാണ്. 2034 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യയാണ്. 2030 വേദി സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലാണ്. അപ്പോൾ 2034 ഫിഫ ലോകകപ്പിന്റെ വേദി സൗദി അറേബ്യ. 2030 വേദി എവിടെയാണ്? സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലാണ്. നെക്സ്റ്റ്, ലോക ചെസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. ലോക ചെസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. ലോക ചെസ് കിരീടം നേടുന്ന 18ാമത് താരമാണ് ഡി ഗുഗേഷ്. അതേപോലെ ഡി ഗുഗേഷിന്റെ പ്രായം ചോദിച്ചാൽ എത്രയാണ്? 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സിൽ 18ാമത് ലോക ചെസ് കിരീടം നേടിയ വ്യക്തിയാണ് ഡി ഗുഗേഷ്. നെക്സ്റ്റ്, 5700 വർഷത്തെ ആയുർദൈർഘ്യമുള്ള ലോകത്തിലെ ആദ്യത്തെ ആണവ ശക്തിയുള്ള ഡയമണ്ട് ബാറ്ററി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? UK. 5700 വർഷത്തെ ആയുർദൈർഘ്യമുള്ള ലോകത്തിലെ ആദ്യത്തെ ആണവ ശക്തിയുള്ള ഡയമണ്ട് ബാറ്ററി പുറത്തിറക്കിയ രാജ്യമാണ് UK. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.